കപ്പലിലിപ്പോ ഏകദേശം ഉള്ള ഒരു 460 ടൺ ഫ്യൂൽ ഓയിൽ, എന്തുവാട്ടെ ഡീസൽ, ഫേർണസ് ഓയിൽ, ഇതെല്ലാം കൂടെ ഒരു 460 ടൺ ഓയിൽ ടാങ്കുകളിലായിട്ട് എന്തായാലും കപ്പലിലുണ്ടാവും. ഈ ഓയിൽ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും സർഫസിലോട്ട് കയറി വരും. ഇത് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് കറണ്ടും കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മുടെ തീരത്തോട്ട് അടിയാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് നമ്മുടെ ഇവിടെ കോസ്റ്റിൽ ഏതെങ്കിലും ഒരു ഓയിൽ സ്പില്ലോ കാര്യങ്ങളോ ഉണ്ടാവുന്ന അതെല്ലാം നിയന്ത്രിക്കുന്നതും എന്തെങ്കിലും സ്പില്ലേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം, അതിൻ്റെ ക്ലീനപ്പ് ഓപ്പറേഷൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. ഞാൻ ഇവർക്കിടയ്ക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഇവരുടെ ഈ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കാണുന്നതുമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അങ്ങനെ ഒരു സ്പില്ലേജ് ഉണ്ടായാൽ തന്നെ അതിനെ വളരെ നല്ല രീതിയിൽ കണ്ടെയ്ൻ ചെയ്യാൻ നമുക്ക് ആവശ്യത്തിനുള്ള എക്യുപ്മെന്റ്സും അതിനുള്ള ബോട്ടുകളും അതിനുള്ള ആളുകളും വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളും ഉണ്ട്. ഇപ്പോൾ ഇവര് 2 സാർമാരും പറഞ്ഞതുപോലെ നമ്മുടെ CMFRയും പല പല ഏരിയാസിൽ, ഇപ്പോൾ എറണാകുളത്താണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും എനിക്ക് എൻ്റെ വിശ്വാസം കൊല്ലത്തും സാമ്പിളുകൾ എടുക്കാനായിട്ട് ഒരു 3 ടീമുകളെ അയച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന കാൽസ്യം കാർബൈഡോ ഈ പറയുന്ന ഫ്യൂവൽ ലീക്ക് കൊണ്ടോ നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളത്തിൽ എന്തെങ്കിലും വിഷാംശമോ അതായത് വെള്ളത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ അത് ഉടനടി കണ്ടുപിടിക്കാനുള്ള എല്ലാ സജ്ജീകരണവും ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഉടനെ ഒരു ആസക്തിയോ ഒരു ആശങ്കയ്ക്കോ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, സ്വാഭാവികമായിട്ടും ഈ കോസ്റ്റ് ഗാർഡും നേവിയുമാണല്ലോ ഇപ്പോൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് താങ്കൾ നിരീക്ഷിക്കുന്നത്? തന്ത്രപ്രധാന മേഖലയിൽ നിന്നും കപ്പൽ എടുത്തു മാറ്റണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നല്ലോ. ഒരുപക്ഷെ കപ്പൽ അവിടെ ഉപേക്ഷിച്ച് പോകാനുള്ളൊരു സാധ്യത ആയിരുന്നു കാണുമല്ലേ അവിടെ നിലനിന്നിരുന്നത്? പണ്ടത്തെ ഒരു കാര്യം പോലെ നമ്മളിപ്പോൾ ഒരു കപ്പൽ മുങ്ങി ആ കപ്പൽ അവിടെ തന്നെ ഉപേക്ഷിച്ചു പോകുന്നു എന്നുള്ള ഒരു ആശങ്കയ്ക്കൊന്നും ഇപ്പൊ വലിയ പ്രശ്നമില്ല. കാര്യം നമ്മൾക്കിപ്പോ ഒരു റെക് റിമൂവൽ കൺവെൻഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് പല കാര്യങ്ങളിലും വളരെ ഓരോ കൺവെൻഷനും ഓരോ കൺട്രീസിലും ഓരോ ഷിപ്പ് ഓണറും അതിൽ വളരെ ബാധ്യസ്ഥതയുണ്ട്. അവർക്ക് അങ്ങനെ ഒരു കപ്പൽ അവിടെ വെറുതെ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു അനുവാദമില്ലാതെ അവിടെ ഉപേക്ഷിച്ച് പോകലൊന്നും നടക്കില്ല ഇന്നത്തെ കാലത്ത്. അതുപോലെ തന്നെ ഈ റെക് റിമൂവലിന് വേണ്ടിയിട്ടുള്ള ഇപ്പോ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ഓണറിന് അവരുടെ ഒരു ആശങ്ക ആ റെക്ക് എടുത്ത് മാറ്റാനുള്ള ഒരു പൈസയാണെങ്കിൽ അതിനു വേണ്ടിയും അത് കവർ ചെയ്യുന്ന പലതരത്തിലുള്ള ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഇപ്പൊ ഉണ്ട്. അതില്ലാതെ ഒരു കപ്പൽ ഓടിക്കാൻ പറ്റില്ല. നമുക്കിപ്പോ ഒരു ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിഗതികളിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കേരള ഗവൺമെന്റ് നമ്മൾ പറയുകയാണ് ഈ റെക്ക് ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓണറിന് അത് ബാധ്യസ്ഥതയുണ്ട്. അതെടുത്ത് മാറ്റാനുള്ളതും അതിന്റെ എന്തൊക്കെയാണോ അതിന്റെ ഫിനാൻഷ്യൽ പാർട്ട് വരുന്നത് അത് കവർ ചെയ്ത് ഇൻഷുറൻസും ഓൾറെഡി ആ കപ്പലിനുള്ളതാണ്.